ഗൈസ്, വെൽക്കം ടു റിത്നി വേൾഡ്. ഇപ്പോൾ സമയം വെളുപ്പിന് 3:50. നമ്മൾ കുറച്ച് കൊട്ടാരങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. കൊട്ടാരം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് രാജസ്ഥാനായിരിക്കുമല്ലേ? പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് 10,000-ലധികം കൊട്ടാരങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. അതാണ് നമ്മളിപ്പോൾ പോകുന്ന ചെട്ടിനാട്. ശിവഗംഗ, പുതുക്കോട്ട ഡിസ്ട്രിക്റ്റുകളിൽ 70-ൽ പരം വില്ലേജസ് അടങ്ങുന്ന ഏരിയയാണ് ചെട്ടിനാട്. അവിടെ പണ്ട് രാജാക്കന്മാരെ പോലെ താമസിച്ചിരുന്ന ചെട്ടിയാന്മാരുടെ 10,000-ലധികം കൊട്ടാര സമാനമായ വീടുകളുണ്ട്. അതിൽ പലതും ഇന്ന് റിസോർട്ടുകളാണ്. അങ്ങനെ ഒരു മാൻഷനാണ് നമ്മൾ ഈ താമസിക്കാൻ പോകുന്ന വിശാലം മാൻഷൻ. ഇപ്പോൾ അതൊരു റിസോർട്ടാണ് കേട്ടോ. പണ്ടത്തെ ചെട്ടിയാന്മാരുടെ വെൽത്തും ട്രഡീഷനും അവരുടെ ഒരു ഫുഡ് കൾച്ചറും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പ്. ആദ്യം തന്നെ അവരുടെ രീതിയിൽ ഒരു ചെറിയ വെൽക്കം. ഹോട്ടലിലെത്തി ചെക്ക് ഇൻ പ്രോസസ്സ് കഴിയുമ്പോൾ അവർ തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ടൂർ നടത്തിത്തരും. പ്രോപ്പർട്ടി മൊത്തത്തിലൊന്ന് കാണാനും അറിയാനും അതിൻ്റെ ഹിസ്റ്ററിയും കൂടെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ ഈ കാണുന്നതാണ് ആത്തൻകുടി ഫേമസ് ആയിട്ടുള്ള 3D ടൈൽസ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ സിൽക്കി സ്മൂത്ത് ഷൈനിങ് ആയിട്ടുള്ള ചുവരുകൾ. അത് വേറൊന്നുമല്ല, എഗ് പ്ലാസ്റ്ററിങ് എന്നൊരു മെത്തേഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ടെക്നോളജി നമുക്കിപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പണ്ടുള്ളവർ ഓരോന്ന് ചെയ്തു വെച്ചേക്കുന്നതാണ്. പിന്നെ ഈ വീടെന്ന് മാത്രമല്ല, മറ്റേത് വീടെടുത്തു കഴിഞ്ഞാലും ഒരുപാട് ഇമ്പോർട്ടഡ് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. ബർമയിൽ നിന്നുള്ള ടേക്കിൻ്റെ പില്ലേഴ്സ്, ഇറ്റാലിയൻ മാർബിൾ, ബെൽജിയൻ കളേർഡ് മിറേഴ്സ്, പിന്നെ ബൊഹീമിയൻ ചാൻഡലേഴ്സ്, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും സാധനങ്ങൾ നമുക്കിവിടെ ഇമ്പോർട്ടഡ് ആയിട്ട് കാണാം. ഇതൊക്കെ അന്നത്തെ കാലത്താണെന്നത് നിങ്ങൾ ഓർക്കണം കേട്ടോ. ഈ വീട് അന്നത്തെ ഒരു ചെട്ടിയാർ അയാളുടെ മോൾക്ക് കല്യാണ സമ്മാനമായിട്ട് കൊടുത്തതാണ്. ഇതാണ് ആ മോൾ. പുള്ളിക്കാരിയാണ് ഇപ്പോഴത്തെ കറണ്ട് ഓണർ. ഇവിടെ കുറച്ച് ആത്തൻകുടി ടൈൽസ് നമുക്ക് സാമ്പിളായിട്ട് കാണാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഒരു കോമൺ ഗ്യാതറിങ് ഏരിയ. ഇവിടെ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഗെയിംസും അല്ലാതെ ചെസ്സ്, ക്യാരംസ്, TV, ബുക്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് റൂമിൽ TV ഇല്ല കേട്ടോ. ഇവിടെ മാത്രമേ അതുള്ളൂ. പണ്ടത്തെ കാലത്ത് റൂമിലൊന്നും TV കാണത്തില്ലല്ലോ. ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് ഡോറിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു വിഷ്വൽ. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയേക്കുന്ന ഒരു വിശാലമായ ലോൺ. ഇതാണ് ഇവിടുത്തെ പൂൾ. നമുക്ക് വൈകിട്ട് വന്ന് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടും. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. ഈ ഒരു റിസോർട്ടിൽ പല സ്ഥലത്ത് പല രീതിയിലായി ഡൈനിങ് ഏരിയാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു ചെറിയ ഡൈനിങ് ഏരിയ ഉണ്ട്. നമ്മൾ വാഴയിലയിലാണ് ഊണ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലായിരിക്കും നമുക്ക് സെർവ് ചെയ്യുന്നത്. സൈഡിൽ പണ്ടത്തെ പാത്രങ്ങളും സാധനങ്ങളുമൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇനി നമുക്ക് റൂമിലേക്ക് പോകാം. അയ്യോ, ഒരു മിനിറ്റ്. ആ ലെഫ്റ്റ് സൈഡിലെ സംഭവം നിങ്ങൾ കണ്ടോ? ചുവരിലിരിക്കുന്നത് അതാണ് ഇവരുടെ ട്രഡീഷണൽ താലി. കഴുത്തീറ് എന്നാണ് അവരതിനെ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് റൂമിലേക്ക് പോകാം. താഴെയും മുകളിലുമായി ഒരുപാട് റൂമുകളുണ്ട്. ഇപ്പോൾ ഇത് കാസിനോ ഗ്രൂപ്പ്സ് ആണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഇവിടുത്തെ ആ സ്റ്റാഫ് പറഞ്ഞതനുസരിച്ച് റിസോർട്ട് ആക്കിയതിന് ശേഷമാണ് ഇത്രയധികം ബെഡ്റൂംസ് ഇവർ അറേഞ്ച് ചെയ്തെടുത്തത് കേട്ടോ.
ഇതാണ് നമ്മുടെ ഇന്നത്തെ ബെഡ്റൂം. അതിവിശാലമായ ചെട്ടിയാർ മാൻഷനിലെ ഒരു റൂം. റിസോർട്ടാക്കിയപ്പോൾ അല്ലറ ചില്ലറ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലും ആ ഒരു പഴമയും തനിമയും ഒക്കെ അതുപോലെ തന്നെ അവർ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മെയിൻ ഐറ്റം ഫുഡ് അടി. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായി ഇവിടുത്തെ കാരക്കുടി സ്പെഷ്യൽ ഫേമസ് ശ്രീപ്രിയ മെസ്സിലേക്കാണ് നമ്മൾ വന്നത്. വരുമ്പോൾ തന്നെ കുറച്ചധികം കറികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ അവരുടെ സ്പെഷ്യൽ നാട്ടുകോഴി കുളമ്പാണ് ചോറിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നമ്മൾ കൂടെ സൈഡായിട്ട് ചിക്കൻ പെപ്പർ മസാലയും അവരുടെ സ്പെഷ്യൽ ക്രാബ് റോസ്റ്റുമാണ് പറഞ്ഞേക്കുന്നത്. ഈ രണ്ട് ഡിഷസും മസാല വൈസ് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷെ രണ്ടും നല്ല ടേസ്റ്റി ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റിസോർട്ടിലെത്തുമ്പോഴേക്കും നമുക്കൊരു കുക്കിംഗ് ക്ലാസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് ഇവിടുത്തെ സ്പൈസസിനെ പറ്റിയും പിന്നെ ഒരു ഡിഷ് മഷ്റൂം പെപ്പർ മസാലയാണ് ഇന്നത്തെ ആ ഒരു ഡിഷ്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇവർ തന്നെ നമുക്കൊരു ഹെറിറ്റേജ് വാക്ക് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത സ്ട്രീറ്റുകളിൽ വെറുതെ ഇങ്ങനെയൊന്ന് നടന്ന് കാണാം. ഈ ഒരു വീട്ടിൽ നമുക്ക് 50 രൂപ ടിക്കറ്റ് എടുത്താൽ അകത്ത് കയറി കാണാൻ പറ്റും. പക്ഷേ നമ്മൾ പോയ ദിവസം അവധിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു വീവിംഗ് സെൻറ്ററിലേക്ക് കാണാൻ വേണ്ടി ഒന്ന് കയറിയായിരുന്നേ. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് പലർക്കും കണ്ട് പരിചയം കാണും. പല സിനിമകളും ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കണ്ണുമിഴിച്ച് വെളിയിൽ നിൽക്കാനേ പറ്റൂ, അകത്തേക്ക് പ്രവേശനമില്ല. തിരിച്ചു വന്ന് കുറച്ചധികം നേരം പൂളിലങ്ങ് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ചെറിയ ഒരു കാൻഡിൽ ലൈറ്റ് സെറ്റപ്പിൽ ഒരു ഡിന്നർ. നമ്മളിവിടുത്തെ ട്രഡീഷണൽ ചെട്ടിനാട് ഡിഷസാണ് പറഞ്ഞത്. റൈസ്, ചെട്ടിനാട് ചിക്കൻ, അങ്ങനെ കുറച്ച്. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നടന്ന് ആ പ്രോപ്പർട്ടി മൊത്തത്തിലൊന്ന് കണ്ടു. തിരിച്ചു വന്ന റൂമിൽ നന്നായിട്ടൊന്ന് ഉറങ്ങി. കാരണം രാവിലെ എണീക്കണം, സൈക്ലിങ്ങിന് പോകണം. കണാടുകാത്തൻ, കൊത്തരി തുടങ്ങിയ വില്ലേജസ് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം നമുക്ക് സൈക്കിളിലൊന്ന് ചുറ്റിക്കണ്ട് വരാം. തിരിച്ചെത്തിയപ്പോഴേക്കും ഇഡ്ഡലി, ദോശ, പാൽപ്പനിയാരം തുടങ്ങിയ ഒരു നീണ്ട നിര ബ്രേക്ക്ഫാസ്റ്റ് റെഡി. പിന്നെ ചെട്ടിനാട് വന്നതല്ലേ, ഒന്ന് ഒരുങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാന്നേ. അത് കഴിഞ്ഞ് വീണ്ടും വിഭവസമൃദ്ധമായ ചെട്ടിനാട് സദ്യ. മട്ടൺ, ചിക്കൻ, കൊഞ്ച്, മുട്ട, മീൻ, അങ്ങനെ ഇല്ലാത്തതായി ഒന്നുമില്ല. കൂട്ടത്തിൽ ആ കറുത്ത കവിണിയരസിയുടെ പായസവും. അത് കഴിഞ്ഞ് നേരെ പോയത് ആത്തൻകുടിയിലേക്കാണ്. അവിടുത്തെ ടൈൽ മേക്കിംഗ് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഓരോ ടൈലും ഹാൻഡ് മെയ്ഡാണ്. അവരുടെ ഹാർഡ് വർക്കും പേഷ്യൻസും ടൈമും എല്ലാം ആ ഓരോ ടൈലിലും ഉണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ ടൈലും ഇവർ 2 തൊട്ട് 3 ദിവസം വരെ സൺഡ്രൈ ചെയ്താണ് എടുക്കുന്നത്. ആ ഒരു സ്റ്റെൻസിൽ യൂസ് ചെയ്തല്ലാതെ ഫ്രീ ഹാൻഡ് ആയിട്ടുള്ള ഡിസൈൻസും ഇവർ ചെയ്യാറുണ്ട് കേട്ടോ. ഇതായിരുന്നു ആ ഒരു ഫ്രീ ഹാൻഡ് ഡിസൈൻ. അങ്ങനെ സൺഡ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു 10 ദിവസത്തോളം വെള്ളത്തിനടിയിൽ മുക്കി വെക്കും. എനിക്കും ഒരു ആത്തൻകുടി ടൈല് വരയ്ക്കാനുള്ള ഭാഗ്യം കിട്ടി കേട്ടോ. ഇതായിരുന്നു ഞാൻ വരച്ച ഡിസൈൻ.
ഫൈനൽ ടച്ചപ്പ് ചെയ്തെടുക്കുന്ന ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഓഫ് ആത്തൻകുടി ടൈൽ. നമുക്കത് അടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, ഗ്ലാസ് പോലെ ആയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫേമസ് ആത്തൻകുടി പാലസ്. ഇവിടെയും 50 രൂപയാണ് കേട്ടോ എൻട്രി ഫീ ആയിട്ട് വരുന്നത്. പക്ഷെ ആ ഒരു 50 രൂപ ശരിക്കും വേർത്ത് തന്നെയാണ് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ. അത്രത്തോളം കാണാനുണ്ട് അതിനകത്ത്. ഏതൊരു സൈഡിലേക്ക് നോക്കിയാലും മൈന്യൂട്ട് ആൻഡ് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള പല ഡീറ്റെയിൽസും നമുക്കവിടെ കാണാം. ഇതൊന്ന് ശരിക്കും എനിക്കത് പറഞ്ഞ് നിങ്ങളെ അറിയിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും ഭംഗിയുണ്ടായിരുന്നു അത്. പിന്നെ ഈ കളറൊക്കെ വരുന്നത് നമ്മുടെ ബെൽജിയത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കളേർഡ് മിറേഴ്സ് കൊണ്ടാണ് കേട്ടോ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവിടെയൊക്കെ വരാൻ പറ്റുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ടറിയണം. നമ്മളവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട് അത്ര ദൂരമൊന്നുമില്ല. ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞ് ചെട്ടിനാട് യാത്ര. See you in our next video. Thanks for watching.